ആസൂത്രണ ബോർഡിലെ മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്നത്തെ PSC യോഗം ചർച്ച ചെയ്യും. മൂല്യനിർണ്ണയത്തിൽ ഗുരുതര പിഴ ഉണ്ടായി എന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള നടപടിയും ഇന്ന് തീരുമാനിച്ചേക്കും. ഇതേ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, രാജ്യത്ത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടതായി വന്നു. ഇവിടെ ഇതാ PSCയിലും ഗുരുതരമായ ക്രമക്കേടുകളാണ് നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഇന്ന് യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഈ റിപ്പോർട്ട് വിശദമായി തന്നെ യോഗം പരിഗണിക്കുമോ? സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് PSCയുടെ ആഭ്യന്തര വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് PSC ആസ്ഥാനത്ത് ചേരുന്ന യോഗം പരിഗണിക്കുന്നത്. പ്രധാനമായി യോഗത്തിൻ്റെ അജണ്ടയിലുള്ള ഒരു കാര്യം ഇതിന്മേൽ തുടർ നടപടികൾ എന്താകണം എന്നത് തന്നെയാണ്. കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സമാന്തരമായി ആഭ്യന്തര വിജിലൻസ് സംവിധാനം PSCക്ക് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ചില ഗുരുതരമായ പരാമർശങ്ങൾ പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഏത് തരത്തിലാകും നടപടിയെടുക്കുക എന്നതും സുപ്രധാനമായ ഒരു കാര്യമാണ്. ആ നടപടിക്കുള്ള ശുപാർശ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അതോടൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമാന്തര അന്വേഷണവുമായി ആഭ്യന്തര വിജിലൻസ് തുടരേണ്ടതുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് കൂടി PSC യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടക്കും. അതിനുശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയ പരീക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഇന്നത്തെ PSC യോഗം ശുപാർശ ചെയ്യും എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ്. പ്രത്യേകിച്ച് PSCയിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് PSCയുടെ തന്നെ ആഭ്യന്തര വിജിലൻസ് സംവിധാനമാണ് അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.